सौरगढ़े केरलम के पास भरपूर सामर्थ्य है। यहां प्राकृतिक संसाधन है, समुद्र है, खेती है, पर्यटन की अपार संभावनाएं हैं और यहां के शिक्षित युवाओं की प्रतिभा, मेहनत और क्षमता, ये सब केरलम की बहुत बड़ी पूंजी है। फिर भी केरलम आज पलायन की विभीषिका से जूझ रहा है। पिछले 10 वर्षों में यहां राज्य सरकार द्वारा कोई ऐसा बड़ा औद्योगिक प्रोजेक्ट नहीं शुरू हुआ जिससे यहां के युवाओं को रोजगार मिलता। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ കൈവശം മതിയായ പ്രതിഭയുണ്ട്, പ്രകൃതിയുടെ അനുഗ്രഹമുണ്ട്, സമുദ്രമുണ്ട്, കൃഷിഭൂമിയുണ്ട്, വിനോദസഞ്ചാരത്തിന്റെ അപാരമായ സാധ്യതകളുണ്ട്. ഇവിടെ വിദ്യാഭ്യാസമുള്ള യുവതീ യുവാക്കളുടെ പ്രതിഭയുണ്ട്, അവരുടെ അധ്വാനശേഷിയുണ്ട്, കഴിവുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം. എന്നിട്ടും കേരളം പലായനത്തിന്റെ, വിദ്യാഭ്യാസവും തൊഴിലും തേടി അന്യനാട്ടിലേക്ക് പോകുന്ന യുവതയുടെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ, നിങ്ങൾ ഓർക്കണം, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയ ഔദ്യോഗിക സ്ഥാപനം പോലും ആരംഭിച്ചിട്ടില്ല. एनडीए सौरगढ़े कांग्रेस और लेफ्ट का ट्रैक रिकॉर्ड रहा है। ये जहां सत्ता में आते हैं वहां सब चौपट करके ही जाते हैं। बंगाल में लेफ्ट ने क्या किया ये पूरा देश जानता है। त्रिपुरा में लेफ्ट ने क्या किया पूरा देश जानता है। कांग्रेस ने देश भर में क्या किया ये भी सबने देखा है। इनके उसी कुचक्र में केरलम भी पिसता रहा है। यहां सरकारी कर्मचारियों के वेतन में देरी की खबरें आती है। पेंशन के भुगतान में भी परेशानी की बातें सामने आती है। केरल में नौकरी करने वाले परिवार की चिंता यही रहती है कि अगले महीने उनका वेतन आएगा या नहीं आएगा। സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെയും ഇടതിന്റെയും കഴിഞ്ഞ കാല ചരിത്രം പ്രവർത്തനം നോക്കൂ. എവിടെയെല്ലാം അവർ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നുവോ അവിടെയെല്ലാം കുഴപ്പത്തിലാക്കി നശിപ്പിച്ചു പോയിട്ടേ ഉള്ളൂ. ബംഗാളിൽ ഇടതുവാൻ എന്താ ചെയ്തതെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം. ത്രിപുരയിലും അവർ എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് രാജ്യത്ത് മൊത്തം എന്താണ് ചെയ്തത് എന്ന് നമ്മളെല്ലാം കണ്ടവരാണ്. ഇവരുടെ ഈ ചക്രവ്യൂഹത്തിൽ കേരളവും പെട്ടുപോയി. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അത് സമയത്തിന് കൊടുക്കുന്നില്ല എന്ന വാർത്ത വരുന്നു. പെൻഷൻ അത് നൽകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. കേരളത്തിൽ സർക്കാർ ജോലി ചെയ്യുന്നവരുടെ ചിന്ത, അവരുടെ കുടുംബങ്ങളുടെ ചിന്ത അടുത്ത മാസത്തെ ശമ്പളം എപ്പോൾ കിട്ടുമെന്നുള്ളതാണ്. एनडीए सौरगढ़े हाल ही में केरल में सरकारी कर्मचारियों के डीए और लीव सरेंडर के बकाया भुगतान को लेकर बड़ा विवाद हुआ था। कांग्रेस इस सब के लिए लेफ्ट वालों पर हमला करती है, लेकिन जिन राज्यों में कांग्रेस की सरकार है वहां भी हालात इतने ही बुरे हैं। पड़ोसी कर्नाटका को ही देख लीजिए, वहां भी
विकास के ज्यादातर काम रुक गए हैं। हिमाचल प्रदेश भी अब आर्थिक संकट में है। यही कांग्रेस का गवर्नेंस मॉडल है। സുഹൃത്തുക്കളെ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഡിഎയും ലീവ് സറണ്ടറിനും നൽകുന്ന പണത്തെപ്പറ്റി വലിയ വിവാദമുണ്ടായി. കോൺഗ്രസുകാർ ഇതിനെയൊക്കെ ഇടതുപക്ഷത്തിന് കുറ്റം പറയുക ചെയ്യാം. എന്നാൽ കോൺഗ്രസുകാർ ഏതൊക്കെ സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇതേപോലെ മോശമാണ് അവസ്ഥ. അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നോക്കൂ, അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോയിരിക്കുന്ന സ്ഥിതിയാണ്. ഹിമാചൽ പ്രദേശും ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതാണ് കോൺഗ്രസിന്റെ ഭരണ മാതൃക. एनडीए सौरदगढ़े पालक्कड़ में यहां 22 साल तक लेप के एमएलए रहे। करीब 5 दशक कांग्रेस समर्थक एमएलए रहे। लेकिन इतने वर्षों में इस क्षेत्र का विकास नहीं हुआ। जैसे ही केंद्र में बीजेपी की सरकार आई, पालक्काड़ में, केरलम में को पहला आईआईटी मिला। हम यहां रेलवे स्टेशन अपग्रेड करा रहे हैं, नेशनल हाईवे को आधुनिक बना रहे हैं। हम पालक्काड़ में स्मार्ट इंडस्ट्रियल सिटी भी बनवा रहे हैं। इससे पालक्काड़ के स्थानीय युवाओं के लिए रोजगार के नए अवसर बनेंगे। സുഹൃത്തുക്കളെ, പാലക്കാട് 22 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഇടത് എംഎൽഎമാരായിരുന്നു. ഏതാണ്ട് 5 പതിറ്റാണ്ട് കോൺഗ്രസ് എംഎൽഎമാരായിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. എന്നിട്ടും ഈ മണ്ഡലത്തിന് വികസനമുണ്ടായില്ല. എന്നാൽ കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ വന്നതോടുകൂടി പാലക്കാട്ട് കേരളത്തിലെ ആദ്യത്തെ ഐഐടി വന്നു. ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ നാം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ ഹൈവേ ആധുനികവൽക്കരിക്കുന്നു. ഈ പാലക്കാടിന് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയും ഇതാ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിലൂടെ പാലക്കാട്ടെ തദ്ദേശവാസികളായ യുവാക്കൾക്ക് ജോലിക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുകയാണ്.